നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ. വാടകയ്ക്കെടുത്ത ആഡംബര കാർ തിരിച്ചേൽപ്പിക്കാതെ മുങ്ങിയയാളെ പിടികൂടുന്നതിനിടെ എരുമപ്പെട്ടിയിൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ അരങ്ങേറി. കാറിന്റെ ഉടമയായ ആലുവ സ്വദേശി സോളമനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും അദ്ദേഹത്തെ കാറിന്റെ ബോണറ്റിലിട്ട് 10 കിലോമീറ്ററോളം അപകടകരമായി വാഹനം ഓടിക്കുകയും ചെയ്തു. ഓടിക്കൂടിയ നാട്ടുകാർ വാഹനം തടഞ്ഞു നിർത്തി പ്രതിയെ പിടികൂടി എരുമപ്പെട്ടി പോലീസിൽ ഏൽപ്പിച്ചു. തൃശൂരിൽ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു. 3-അംഗ സംഘം ആക്രമിച്ചതിന് വീടിന് മുന്നിൽ വെച്ച് കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറക്കുന്നതിനിടെ 3-അംഗ സംഘം വാൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. സുനിലിന്റെ കാലിനും അജീഷിന്റെ കൈക്കുമാണ് വെട്ടേറ്റത്. ആക്രമിക സംഘം ഓടി രക്ഷപ്പെട്ടു. പെരുമ്പിലാവ് കടവല്ലൂരിൽ കണ്ടെയ്നർ ലോറി തട്ടിയതിനെ തുടർന്ന് റോഡിലേക്ക് ചാഞ്ഞു നിന്ന മരക്കൊമ്പ് പൊട്ടി കാറിനുള്ളിലേക്ക് വീണ് 27 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. പെരുമ്പറമ്പ് സ്വദേശിനി ആതിരയാണ് മരിച്ചത്. മുമ്പിൽ പോവുകയായിരുന്ന ലോറി മരത്തിൽ ഇടിച്ചതിനെ തുടർന്നാണ് ശിഖരം കാറിനുള്ളിലേക്ക് പതിച്ചത്. ഒപ്പം ഉണ്ടായിരുന്ന യുവാവിനും പരിക്കേറ്റു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വെള്ളിയാഴ്ച അവസാനിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിൽ ആകെ ലഭിച്ചത് 343 പത്രികകൾ. അവസാന ദിവസമായ വെള്ളിയാഴ്ച മാത്രം 129 പത്രികകളാണ് സമർപ്പിച്ചത്. അവസാന ദിവസം സ്ഥാനാർത്ഥികളുടെ വൻ തിരക്ക് അനുഭവപ്പെട്ടു. ലഭിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ശനിയാഴ്ച നടക്കും.